തലയിൽ ഇത്ര എണ്ണ ഇടലേ അമ്മൂമ്മ എടുത്ത് പറയണം കേട്ടോ. എണ്ണ പാടുവാണല്ലോ തലക്കകത്ത്. നോക്ക് ജട കൂടിയൊക്കെ നോക്ക്. ഞാൻ നോക്കിയിരുന്നപ്പോ ഒരു കുഴപ്പമില്ലാത്ത മുടിയായിരുന്നു. കണ്ട ഓക്കെ, ഇപ്പൊ പുറത്തു വരണില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിക്ക് മുടി ഇങ്ങനെ ചീവി കൊടുക്കണം, അല്ലെങ്കിൽ നിറയെ ജട കൂടി ഇങ്ങനെ മുടി പൊട്ടി പൊട്ടി വരും. കണ്ട കണ്ട ഇവിടെ അമ്മൂമ്മ എന്റെ കാര്യം നേരിച്ചു നോക്കുന്നൊന്നുമില്ലേ? അമ്മൂമ്മയുടെ എന്റെ കാര്യം നോക്കാൻ പറയല്ലേ, പിന്നെ എന്റെ കട്ട പുകയെ കട്ടപ്പുകെ. ஆருக்கு முடி இப்படி சீகினாலே ரொம்ப அழகா இருக்கு. അതെല്ലാരും പറയും. എന്തോന്ന് ഞാൻ ഭയങ്കര സുന്ദരിയാണ്. എന്റെ അമ്മോ, എന്റെ പൊന്നളിയാ, ഇതാണ് മറക്കെ കാര്യം. ഓരോരുത്തന്മാരും ഓരോ വിറ്റ് കേസിട്ടാണ്. എവന്റെ ഒക്കെ കൂടെ ഒരുമിച്ച് ടൂർ വല്ലതും പോയാലുണ്ടല്ലോ തള്ളേ. അവന്മാരെല്ലാം അടിപൊളി പീപ്പിൾ ആട്ടാ. അത് പിന്നെ സ്വാഭാവികം, ആരുടെ കൂട്ടുകാര് നമ്മുടെ അല്ലേ. എന്താണ് അളിയനോട് ചിരിച്ചങ്ങ് തള്ളുവാണല്ലോ. അയ്യോ എന്റെ മോളെ ഒന്നും പറയണ്ട, ഇവന്റെ കമ്പനിക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുവായിരുന്നു. അപ്പൊ കൊറേ ചിരിക്കാൻ കാണും. എന്താ അല്ല നിന്റെ എല്ലാ കമ്പനിക്കാര്. പൊടി പൊടി. അല്ലാതെ എന്താണ് സ്പെഷ്യല്? இன்னைக்கு தோசை சாம்பார். തൂക്കാറില്ലേ ഇത്? நேத்தைக்கு கூட சரியாக்கினேன்டா. ഇതാര് ഷിബു റോക്സാ? കുറെ നാളായിട്ട് ഈ വഴിക്കൊന്നും കാണാറില്ലായിരുന്നല്ലോ, എവിടെ ആയിരുന്നു? അതെ, ഞാൻ ഇപ്പൊ ഈ വഴിക്കൊന്നും വരാറില്ല, കുറച്ച് തിരക്കാ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേച്ചി വരുന്ന എങ്ങനെങ്കിലും ഒക്കെ അറിയല്ലേ. അല്ല എന്താരും ഇരിക്കാൻ പറയാത്തെ? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. വീട്ടിൽ കയറി വന്നിടത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? നമ്മളൊക്കെ ഒത്തിരി മാറി തുടങ്ങി. ഞാനും മാറി തുടങ്ങി. അല്ല കനാൻഡ് ഇപ്പൊ ജ്യൂസും നാരങ്ങളൊന്നും ഇല്ലേ? നാരങ്ങ ഉള്ളത് നാരങ്ങയില്ല, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് ഇല്ല. പച്ചവെള്ളം മതിയെങ്കിൽ ആന്റി എടുത്തോണ്ട് വരും. മതിയാ ആന്റി? ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ ആന്റി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞ വഴിക്ക് ജ്യൂസ് കുടിച്ചിട്ടാ വന്നേ. ജ്യൂസാ? നീ റിച്ചായ? എനിക്ക് നിന്ന് സമയം കളയാനില്ല, എനിക്ക് വേഗം പോണം. അതിന് നമ്മളാരും പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ, പോണ്ടപ്പോ പൊക്കോ. നല്ല തമാശ, കൊള്ളാം. അയ്യോ തമാശയല്ല, കാര്യമായിട്ടും പൊക്കോ. ശിവേ എന്താണ് ഭയങ്കര ജാടയിലാണല്ലോ? ഇത് ജാടയൊന്നുമല്ല, എനിക്ക് രണ്ടിലൊന്നും അറിയണം, അതിനുവേണ്ടിട്ടാ വന്നത്. മനസ്സിലായില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല, തള്ളിക്കളയാനും കഴിയുന്നില്ല. ശിവയുടെ അവസ്ഥയും അത് തന്നെ. എന്റെ അവസ്ഥയെ നിനക്ക് എന്താടാ? രാവിലെ വല്ല ജോലി പോയി ചെയ്യാൻ നോക്കൂ. നടക്കുന്നു. എനിക്കൊരു പേടിയില്ല, ഞാൻ ഈ കാര്യം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. മോനെ എന്താ നിന്റെ പ്രശ്നം? ഈ കുരിപ്പ് എവിടെന്നാ പൊട്ടി മുളച്ചേ? എനിക്കറിയാൻ പാടില്ല, എവിടെന്നെങ്ങാണ്ട് വലിഞ്ഞു കയറി വന്നിട്ട് എന്നാലൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്താടാ നിനക്ക് വേണ്ടത്? ശിവ നീ നിർത്താനാ? വീട്ടിൽ കയറി വന്നിട്ട് നിർത്താൻ പറ. നീ ആരടാ? മര്യാദയ്ക്ക് വല്ല വെള്ളം മേടിച്ചു കുടിച്ച് ഇറങ്ങി പോകാൻ നോക്കി. അതെ അളിയാ, അങ്ങനെ ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടിട്ടല്ല ഇവിടെ വന്നത്. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം. എന്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ എന്നേ ഉണ്ടാക്കിയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വായിച്ചൊന്നും ഉണ്ടായിരിക്കണം. പിന്നെ മനസ്സിൽ എവിടെയോ നിനക്ക് വേണ്ടി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ തള്ളിക്കളയാനും പറ്റുന്നില്ല, സ്വീകരിക്കാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നിങ്ങളൊക്കെ വിട്ട് പോകാനും പറ്റുന്നില്ല. വേണമെങ്കിൽ അമ്മൂമ്മയോട് ചോദിച്ചു നോക്ക്, അമ്മൂമ്മക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അല്ലേ അമ്മൂമ്മ? അമ്മൂമ്മക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അത് നീ ആയിട്ട് കളയരുത്. ആ കളയരുത്, അത് ശക്തമാക്കണം. അത് ശക്തമാക്കണമെങ്കിൽ ഇപ്പൊ അളിയനെ പോലെ ഞാനും ഈ വീട്ടിലൊരു അംഗമാവണം. അംഗമാവണമെങ്കിൽ നിങ്ങളൊക്കെ മനസ്സ് വയ്ക്കണം. ശിവാനി എന്നും എൻ്റെ കൂടെ സേഫ് ആയിരിക്കും. നമ്മളെ മോനെ ശിബുവേ ഇറങ്ങടാ. ദേഹത്തോടല് ഉള്ള കാര്യം ഞാൻ പറയാം, ദേഹത്തോടെ സംസാരിക്കും. എന്നാ ശരി, നീ ഇറങ്ങ്.
ഇറങ്ങടാ ഇതില് പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇറങ്ങടാ പറ്റൂലെന്നല്ലേ പറയണേ. വീട്ടിൽ നിന്ന് ഇറങ്ങടാ. കേശു അറിയാല, ഷിബു റോക്സ് ആണ്. അളിയ ഷിബു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവില്ല, പറ്റത്തില്ല. ശരിയെടാ. ദേ, ഇല്ല, ഏയ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ നീ ഈ കാര്യം പറഞ്ഞോണ്ട് ഈ വീടിന്റെ പടി താണ്ടിയ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ആലോചിച്ചോ, ഒരു മൂർഖം പാവിനെ തല്ലി നോവിച്ചു വിട്ടത്. കണ്ണേ കണ്ണാന കണ്ണേ ഉൻമീത് സായവാ ഉന്നാനനെ ഉന്നാന കയ്യ ഓ പോല ദീപാവാ അയ്യോ ശിവ കാലങ്ങൾ തോറും ആന്റി ആന്റി എന്ത് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്താ പോന്നെ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മധുരക്കാരി എല്ലാരും ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറണെന്നൊക്കെ. ആന്റിയാണെങ്കിൽ എന്നെ കണ്ടിട്ട് തിരിക്കാതൊക്കെയാണ് പോയത്. അതെന്ത് പറ്റി? சிபு எனக்கு உங்ககிட்ட ஒரு விரோதம் இல்லை. ஆனா நடக்காத ஒரு விஷயத்துக்கு இப்படி பின்னாடி வந்தா ஒரு பிரயோஜனம் இல்லப்பா. എനിക്കറിയാം ആന്റി, എനിക്ക് സൗന്ദര്യം ഇല്ല, വിദ്യാഭ്യാസം ഇല്ല, എനിക്കതെല്ലാം അറിയാം. ആന്റി ഇനി എന്നെ കണ്ട് ചിരിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. சிபு அழாத. ഇല്ല ആന്റി, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ല. அப்படி இருந்தா நீ என்கிட்ட சொல்லு, நான் கேக்குறேனே. എങ്ങനെ? சிபு உனக்கு என்ன வருத்தம் இருந்தாலும் நீ சொல்லு, நான் கேக்குறேன். ആന്റി കേക്കോ? கண்டிப்பா முழுசா கேப்பேன். പക്ഷെ എന്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാ ഞാൻ ഈ റോഡിന് നടുക്കുന്ന കരഞ്ഞു പോകും ആന്റി. അതുകൊണ്ട് ആന്റി എന്റെ കൂടെ ഷോപ്പിലോട്ട് വരുമോ? ஷாப்பா? ആമാ, ഷോപ്പ്. അതാകുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറയാലോ എന്റെ വിഷമങ്ങള്. இந்த பாரு சிபு, நான் கொஞ்சம் பொருள் தான் வாங்கியிருக்கேன், இனியும் நிறைய வாங்கறதுக்கு இருக்கு, அப்போ லேட் ஆகும். ആന്റി ആരും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി തരുമോ? 10 நிமிஷம்? 10 നിമിഷം. என்ன சீக்கிரம் விடணும்? സീക്കിരം വിടാം. சரி. പോവാം. ബൈക്കുണ്ട്, ബൈക്ക്. பைக்கிலையா? ബൈക്കുണ്ട്, പോവാം. சீக்கிரம் விடணும். സീക്കിരം വിടാം. കേറ്. ஒரு நிமிஷம், ஒரு நிமிஷம், நான் பிடிக்கல. பிடிச்சாச்சு, போலாம். ഇറങ്ങിക്കോ. இங்கயா? ഇങ്ങ ഇതാണ് നമ്മുടെ കട. சிபு உன்னோட கடை வந்து ராக் ஸ்டார் தானே, பின்ன இங்க செல் பேலஸ்? ഇത് സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരന്റെ കടയാ. சரி, நம்ம எதுக்கு இங்க வந்தோம்? അതൊക്കെ പറഞ്ഞുതരാം, വാ ഇങ്ങോട്ട് വാ. അളിയ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആന്റി, എന്റെ ഫ്രണ്ട് ഒരു ആന്റി, അതായത്. வணக்கம். ஹலோ, உங்க பேர் என்ன? என் பேரு விஜயகாந்த். விஜயகாந்தா? அவர் எங்க ஊரு ஸ்டார். அப்படியா? உங்களுக்கு பிடிக்குமா அவரை? ரொம்ப பிடிக்கும். எனக்கும் தான். അല്ല, ആന്റിയുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? இல்லே ഇല്ലേ? ഈ മെസ്സേജ് അയക്കാനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? இல்லப்பா. ഇല്ലേ? കോള് വിളിക്കുമ്പോഴാ? ஒரு பிரச்சனையும் இல்ல. കോൾ വിളിച്ചിട്ട് കട്ട് ചെയ്യുമ്പോ കട്ടായി പോകുന്നുണ്ടോ? போகுது. അപ്പൊ അത് ഭയങ്കര പ്രശ്നമല്ലേ? അത് വലിയ കംപ്ലൈന്റ് ആണ്. அது பெரிய பிரச்சனையா? പിന്നെ വലിയ പ്രശ്നമാ അത് ഫോണൊന്നും കൊടുത്താണ് നോക്കട്ടെ. നോക്കട്ടെ. அதுல கால் வருது. അത് வந்து മറ്റേ ഇത് കസ്റ്റമർ കെയർ പരസ്യ ആഡ്, അത് കട്ട് பண்ணிட்டுமா? கட் பண்ணிப்பா.
ஓ இது ரொம்ப വലിയ பிரச்சனை கோல் வருമ്പോ கட்டாயி போயிடுச்சு അപ്പൊ നമുക്ക് ഇത് ശരിയാക്കട്ടാ சீக்கிரம் குடுப்பியா? 5-10 മിനിറ്റ് അല്ലേ അതെ അത്രേ ഉള്ളൂ. சீக்கிரம் குடுப்பா, என்னோட வீட்டுல எல்லாரும் தேடுவாங்க. വേഗം ശരിയാക്കി തരാം പ്രശ്നമൊന്നുമില്ല നോക്കട്ടെ சிபு, ஆ? நீ வரும்போது சொன்னேல்ல உனக்கு ஏதோ வருத்தம் இருக்குன்னெல்லாம். ஆமா வருத்தம் இருக்கு ஆனா வருத்தம் ഞാൻ சொல்றேன் ஆனா ഇത് ഒന്ന് ശരിയാക്കി പോയിട്ട് വരട്ടുമാ ഓക്കെ சீக்கிரம் குடுப்பா. വേഗം വരാം ആന്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോ ഞാൻ പൈസ കൊടുത്തോളാം ദാ ഈ സ്പ്രേ ഒക്കെ എടുത്ത് വെച്ച് അടിച്ചു നോക്ക് இங்க மிளகாத்தூள் மல்லித்தூள் அதெல்லாம் கிடைக்காதா? അയ്യോ മുളകാത്തൂള് മഞ്ഞത്തൂളൊന്നും ഇല്ല മൊബൈലിന്റെ കേസ് അല്ല ചാർജർ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ അല്ലെ സ്പ്രേ എടുത്ത് വെച്ച് അടി നല്ല മണമുണ്ട് അത് ആ? ആ, சீக்கிரம் குடுப்பா. വേഗം വരാന്ന് ഇത് കുഴപ്പമില്ല ശരിയാക്കിട്ട് എന്ത് കുഴപ്പം ഞാൻ ഇരിക്കല്ലേ പേടിക്കല്ലേ അതെ ആന്റി ഇത് നോക്കിയോ ഞാൻ അത് അപ്പുറത്താണ് മെക്കാനിക് ഇതിന്റെ ശരിയാക്കണ ആളുള്ളത് അവിടെ ശരിയാക്കിട്ട് വേഗം വരാം 5 മിനിറ്റ് சரி, சீக்கிரம் வா. ആ ജ്യൂസ് വേണമെങ്കിൽ ആന്റി കൂട് ഓ. കേട്ടാ ആ ശരി. ആ ശരി എപ്പോ നോക്കിയാലും മല്ലിത്തൂള് മുളകാത്തൂളെന്ന് പറഞ്ഞ് നടക്കും. എന്റെ കൊച്ച നീ അത് കരണ്ട് തിന്നെ അത് കടിച്ചു തിന്നു. ആ ഇങ്ങനെ കരയാൻ വിളിക്കുന്നു പറയണ്ടി. ഇത് കനവല്ല റോക്സ് ഷിബു റോക്സ് ഹലോ, അല്ല കനകാന്റിയുടെ ഫോൺ ഇന്ന് നിന്റെ കയ്യിൽ കിട്ടി? ഞാനൊരു പാവ മൊബൈൽ കടക്കാരനല്ലേ ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഫോണും എന്റെ കയ്യിൽ വരും നീ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ. അത് ബുദ്ധിമുട്ടാവുമല്ലോ ബുദ്ധിമുട്ടാണെന്നാ? ശിവ ഇതെന്തോന്നത്? നീ എന്തൊക്കെയാ പറയുന്നേ? നീ കളിക്കാതെ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളൊരു പാമ്പിനെയാണ് നോവിച്ചിട്ടത് വെറും പാമ്പല്ല മൂർഖം പാമ്പ് ശിവേ ഞാൻ പറയുന്ന കേക്ക്, നീ കനകാന്റിക്ക് ഫോൺ കൊടുക്ക്. ആരും വയലന്റ് ആവരുത് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്റെ കാര്യത്തില് ഒരു അനുകൂലമായ തീരുമാനം നിങ്ങൾ എടുക്കണം എത്തിയില്ലെങ്കിൽ അങ്ങനെ പറയല്ലേ നിങ്ങൾ പ്രശ്നം വഷളാക്കാതിരിക്കുക നിങ്ങൾ എന്റെ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം എടുക്കുക ശിവ ചുമ്മാ കളിക്കല്ലേ, നിനക്ക് നമ്മുടെ സ്വഭാവം അറിയാലോ. നീ മര്യാദയ്ക്ക് കനകാന്റിക്ക് ഫോൺ കൊടുക്കണ പറ്റത്തില്ല എന്താ? കനകാന്റിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുക ശിബു എന്താ കാര്യം പറ. അയ്യോ കനകാന്റി കനകാന്റി എന്താ മോളെ കാര്യം പറ. എനിക്ക് എങ്ങനെ അറിയാൻ? വാ ഇങ്ങോട്ട്. എന്താ പറ്റിയത്? കലക്കി സിദ്ധു കേശവ് എന്തേച്ചി കാര്യം പറയേച്ചി. കാര്യം എന്നെ കൂടെ പറയിപ്പിക്കരുത്. എന്താ കാര്യം എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തോ എനിക്കിപ്പോ കനകാന്റിയുടെ ഫോണിൽ നിന്നൊരു കോള് വന്നായിരുന്നു. ആ പക്ഷെ എന്റെ അടുത്ത് സംസാരിച്ചത് ഷിബു റോക്സാ. ഷിബു റോക്സ് പറയാ അവൻ കനകാന്റിനെ കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പ് എന്ന് വെച്ചാ കൊച്ചേ ഷിബു റോക്സ് കനകാന്റിനെ തട്ടിക്കൊണ്ടുപോയിന്ന്. മാറ് മാറ്. വേറെ വണ്ടി കയറി കിടത്ത് കിടത്ത് കിടത്ത്. വെള്ളം എടുക്കണോ? ആ അമ്മൂമ്മേ അമ്മൂമ്മേ കുഴപ്പമില്ല അമ്മൂമ്മേ. ഉമ്മ അമ്മൂമ്മ ഫോണിക്കണ്. ആ വെള്ളം എന്നാ ഫോണിക്കണ് നോക്കണ. ആരാ നിന്റെ അമ്മൂമ്മ ചേച്ചി കനകാന്റിയുടെ ഫോണിൽ നിന്ന് കോൾ എന്ത് ചെയ്യണം? എടാ ഷിബു റോക്സ് എനിക്ക് എടുക്ക്. ഈ ലൗഡ് സ്പീക്കർ ഹലോ ഞാൻ വീണ്ടും ഷിബു റോക്സ് ആണ് വേട്ടാവളയാ നീ കൊത്തി കൊത്തി മുറത്ത് കയറി കൊടുത്തടാ. പൊന്നു മോനെ നിന്നെ എന്റെ കൈ കിട്ടിയ ചവിട്ട് കീറി പിഴിഞ്ഞെടുത്ത് നിന്റെ ചണ്ട ഞാൻ പട്ടക്കിട്ട് കൊടുക്കണം.
എടാ മണ്ട, നിന്നെ പോലീസുകാരുടെ കൈ കിട്ടിയിട്ടല്ല, നീ ഇന്ന് ഉണ്ടായിട്ട വരും. അല്ല, ഇതെങ്ങാനും നിങ്ങൾ പോലീസിനെ അറിയിച്ചാൽ പോലീസിനെ അറിയിച്ചത് നീ എന്ത് ചെയ്യോടാ? കനാൻഡിനെ അങ്ങ് തട്ടിക്കളയോ? നിങ്ങൾ ഇപ്പൊ പോലീസിനെ അറിയിച്ച് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവമേ കിഡ്നാപ്പാണ്, കിഡ്നാപ്പ്. രണ്ട് കൂട്ടർക്കും അമിതാവേശം വേണ്ട. നിങ്ങൾ ചിന്തിച്ച് നല്ലൊരു തീരുമാനം എടുക്കും. അണ്ണാ, ഞാൻ നല്ലൊരു പൈനലാണ്. എന്റെ ജീവിതം സ്പോയിൽ ചെയ്ത് കളയല്ലേ പ്ലീസ്. എനിക്കൊരു ജീവിതം താ. എടാ മോനെ, നിന്നെ കല്യാണം കഴിച്ച് ഞാനൊരു ജീവനം തന്നാ മതിയാ നിനക്ക്? അതിന് ഞാൻ സമ്മതിക്കണ്ടേ? അയ്യ, അത് വേണ്ട. എടാ വെച്ചിട്ട് പോടായിരുന്നു. എന്നോട് ഫോൺ കട്ടിയാൻ പറയുന്നു. ഹലോ, ഞാനാണ് കിഡ്നാപ്പിംഗ് വെച്ചിരുന്നത്. അപ്പൊ എനിക്കറിയാം എപ്പൊ കട്ടിയണം കട്ടിയണ്ടെന്ന്. കേട്ടാ, താൻ പറയുമ്പോ കട്ടിയണമെങ്കിലേ താൻ കിഡ്നാപ്പ് ചെയ്ത് വെക്കണം. ഇത് ചുമ്മാ എന്നെ എന്റെ ഇടയിൽ വലിച്ചിട്ട് ഇപ്പോഴേ ഞാൻ ഫോൺ കട്ടിയും. അതാ ഒരു മാസ്. ഇന്നല്ല ദേഷ്യം വരും. എടാ കനകാന്റി, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ഷിബു റോക്സിന്റെ കടയിലൊക്കെ പോയി തപ്പു. അവിടെ ഷിബു ഉണ്ടാവും, കനകാന്റിയും ഉണ്ടാവും. അല്ലെ വേട്ടാളെവിടെയും കാണും. വാ. ശിവ, എന്ത്? അമ്മൂമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇവരുടെ പുറകെ പോ. അറിയാലോ, ഷിബുവിനെ എങ്ങാനും ഇവിടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിവാക്കും. അത് ഞാനവനൊരു പരിവാക്കും. അമ്മൂമ്മ, കണ്ണേ കലൈമാനെ കണ്ണിമയിലെന കണ്ണേ നൂനൈ നാനേ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு கார்கூன்றல் பெண்ணழகு அவருக்கு நான் அழகு. பாட்டுதான் நாங்க அந்தாக்ஷரி விளையாடிட்டு இருக்கோம். அப்படியா? என்ன ஆசிரியர் அடுத்து? இவருக்கு வந்து ஆதானே வச்சு ஆறு பாடணும் போடணும். இவருதான் பாடணும். அது நீங்களா பாடலாம். അല്ലിയാമ്പൽ പുഴയിൽ പോയ കാര്യം എന്തേ? പോയ കാര്യം ഓക്കെയാണ്. ഫോണ് കൊടു. ഫോണ് തരാം. തരാണ്ടി. என்ன ஜூஸ் கிடைச்சாச்சா? ஜூஸ் இவரு பிரமாதமா பாடுறாரு, எனக்கு ரொம்ப பிடிச்சது. அப்படியா? ரொம்ப ஜாலியா இருந்தது ஜூஸ் எல்லாம் குடிச்சிட்டு பாடுறதுக்கு. போன குடுப்பா. போன தர முடியாது. தர முடியாது. அது என்ன கூட விளையாடாம? ஆண்டி, எனக்கு இன்னொரு முகம் இருக்கு. அது என்ன முகம்? அது அது ரொம்ப டேஞ்சரான முகம். அது வந்து கெமிக்கல் சிப்பு முகம் தானே, அதெல்லாம் விடுப்பா, அதெல்லாம் பழசு. இப்ப நீ நல்ல பையன் ஆயிட்டல, பின்ன எதுக்கு அதெல்லாம்? അതൊക്കെ ശരിയാണ്. പക്ഷെ നീ ആന്റി എന്നെ ഫുള്ളായിട്ട് പേര് വിളിക്കണം. ഷിബു റോക്സ് അങ്ങനെ എന്നെ വിളിക്കണം എന്നെ. ശരി, ഷിബു റോക്സ്. ആന്റിക്ക് ഒരു കാര്യം അറിയോ? അടികൊണ്ട് നല്ല വിഷമുള്ള ഒരു പാമ്പ് എന്റെ ഉള്ളിലുണ്ട്. പാമ്പാ? ഉള്ളയാ? അത് പൊത്തുക്കുള്ള തന്നെ. പൊത്തുക്കുള്ളല്ല, ഇപ്പൊ നെഞ്ചുക്കുള്ള ഇருக்கு. போப்பா, போன கொடு. இல்ல முடியாது. விளையாடாத ஷிபு. இல்ல, விளையாட்டு தொடங்கிட்டே உள்ளு. ஷிபு, போன கொடு. போன കൊടുക്ക முடியாது. എന്നാ ആന്റിക്ക് ഒരു കാര്യം അറിയാമോ? ആന്റി ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. യു ആർ കിഡ്നാപ്ഡ്. കിഡ്നാപ്പാ? ആന എനിക്കത് പുരിയவே இல்லையே. புரியாது, இது ஸ்டைல். ஷிபு, மரியாதையா சொல்றேன், போன் குடுறா. இல்ல முடியாது. குடுறா போன். இல்ல மட்டில. அல கரல இதுல கட்டிடா. கரறா. அவன்லாம் வர மாட்டான். போன் குடுறா. இல்ல முடியாது. ஐயோ 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 போன் குடுறா. இப்ப நான் சொல்றேன், முடியாது. அவ்வளவுதான். முடியாது, அதான் என்னோட ரிப்ளை. എനിക്ക് നല്ലോണ്ട് உன்னோட பேர் என்ன நீ சொன்ன? വിജയകാന്ത്. உனக்கு என்ன கட்டி போடணுமா?
மகனே ஏதாவது நினைச்ச அவ்வளவுதான். ம்? ഷിബു പറ്റിയോടാ? ചോറുണ്ടോടാ? ഇല്ല എന്നാലും വല്ലാത്ത റെഡി ആയി പോയി. എന്റെ ഫോണും കൊണ്ട് അവർ അങ്ങോട്ട് പോയത്. എന്തൊരു കഷ്ടടാ. ചെല്ല് ആന്റി പോലെ പ്ലീസ് കാല് പിടിക്കാൻ. வழியில இருந்து மாறு. ഇല്ല മൊബൈൽ ഒന്ന് താ ആന്റി പ്ലീസ് ആന്റി. முடியாதுன்னா முடியாது போ. ആന്റി EMI വല്ല അടഞ്ഞു തീർന്നില്ല ആന്റി പ്ലീസ് ആന്റി ഒന്ന് താ ആന്റി. ഷിബു ഞാൻ ഒത്തപ്പോണ്ട് പോ. ഒതച്ചത് പോയ നല്ല വേദന ഉണ്ട് ഇപ്പോഴും. പ്ലീസ് എങ്ങനെ ആൾക്കാരൊക്കെ നോക്കണം ഒന്ന് താ ആന്റി മൊബൈല്. തള്ളിപ്പോ. ഇല്ല EMI ഒന്നും അടച്ചില്ല ഇനി അടക്കാവുണ്ട് താ. ഞാൻ കീഴെ പോ. വില കൂടിയ മൊബൈല് പ്ലീസ് ഒന്ന് താ. கிளம்பி போப்பா. ആന്റി പ്ലീസ് ആന്റി പറ്റിക്കല്ലേ ഒന്ന് താ. പ്ലീസും ഇല്ല ക്ലാസും ഇല്ല പോപ്പാ. ഇത് എവിടെ അളിയാ? അവൻ കടയിലും ഇല്ല, കടയിലുള്ള ആളെ പറഞ്ഞു കിട്ടി. അവൻ ഇത് എവിടെ പോയി കിടക്കണം? അവരെ കനകാന്റീനെ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക. ഈ കിട്ടിട്ട് അവന്റെ നട്ടല് എവിടെയും വെള്ളം ആക്കിഞ്ഞേ. എടാ മനഃപൂർവ്വം ചെയ്തായിരിക്കൂല. ആടി മനഃപൂർവ്വം അല്ലല്ലോ ഒരുത്തനെ ഞാൻ വെല്ലം വിളിച്ചാ പറയാം. അവരുണ്ടെന്ന് കാലി കിടക്കണേ. ഇല്ല പ്ലീസ് എന്റെ മൊബൈൽ ഒന്ന് താ. കോളെല്ലാം കുടിക്കാതെടാ. അപ്പൊ കിഡ്നാപ്പ് ചെയ്തില്ലേ? ഇതിപ്പോ ആന്റിയാണ് അവനെ കിഡ്നാപ്പ് ചെയ്തേ. ഇല്ല എങ്ങനെ താ മൊബൈൽ താ. ഇല്ല വിടൂല. முடியாதுன்னா முடியாது. മൊബൈൽ താ ആന്റി. முடியாது. ഇല്ല വേണ്ടടാ. ഒതച്ചിരിക്കണ. ഒതച്ചത് ആന്റിയല്ലേ, ഇനി ഞാൻ ഒതച്ചില്ലല്ലോ. കിഡ്നാപ്പ് കിഡ്നാപ്പ് അല്ല ആന്റി. ആന്റി കുഴപ്പമുണ്ടോ? எனக்கு ஒன்னும் பிரச்சனை இல்லடா. சேஃப் தான். നീ ആന്റീനെ തട്ടിക്കൊണ്ട് പോടാ. ആന്റിനെ തട്ടിക്കൊണ്ട് പോയല്ലോ സത്യം പറഞ്ഞ. പിന്നെ അതായത് ആന്റി വെയിലത്തൂടെ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴേ പാവം തോന്നിട്ട് കടക്കകത്ത് വിളിച്ചു കേട്ട് ഏറ്റിട്ട് കൊടുത്ത്. പിന്നെ ജ്യൂസും മാറ്റി കൊടുത്ത് ചോദിച്ചോക്ക്. ഇട്ട് കൊടുത്ത് ജ്യൂസും മേടിച്ചു കൊടുത്തു തന്നെ ആന്റി. ജ്യൂസ് വാങ്ങി കൊടുത്താ. അന്താശ്ശേരി കളിപ്പിച്ച്. എടാ നീ ഫോൺ വിളിച്ചപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? മറന്നുപോയി. ജീവിതം അല്ലേ? നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? അളിയനോട് എങ്ങനെ ജീവിക്കാന്? ജീവിക്കണ്ടേ? കുഴപ്പമില്ല, നീ അളിയന്റെ കൂടെ ജീവിക്കണ്ട. നിന്നോട് അളിയ എങ്ങനെ ജീവിക്കും ഞാൻ? എന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റൂല. പറ്റൂല. പിന്നെ ആരാണെങ്കിൽ നിനക്ക് പറ്റും. ജീവിതം തകർക്കരുത്. ജീവിതം തകർക്കൂലടാ. നിന്റെ ജീവിതം ഞങ്ങള് തകർക്കൂലടാ. പക്ഷെ ഇന്ന് ഞങ്ങൾ അതിന്റെ ഒരു തീരുമാനമാക്കി തരും. നിനക്ക് എന്തോ വേണമെന്ന് പറഞ്ഞ എന്ത് തീരുമാനമുണ്ട്? അനുകൂലമായ ആന്റി സാധനം വാങ്ങിയായിരുന്നാ? இல்லப்பா மிளகாத்தூள் மல்லித்தூள் எல்லாம் வாங்குறதுக்கு இருக்கு. എല്ലാ തൂളും വാങ്ങാം ബാ. அப்ப இவங்க അതവര് നോക്കിക്കോളും. ബാ ആന്റി. നമ്മളെന്ത് ചെയ്യാനാ പാവം. അളിയാ കൊണ്ടുപോയാല നിനക്ക് ജീവിതം തരാൻ പറ്റാം. കൊണ്ടുപോണേ. ഇവിടെ ഇറക്കി. ഇവിടെ ഇറക്കി വിടലിയാ.